മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുണിക്കഷ്ണം വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടിയെന്ന് പരാതി. മേനംകുളം സ്വദേശി ഷീബ പ്രമോദാണ് പരാതി ഉന്നയിച്ചത്. അപ്പൻഡിസൈറ്റിസ് വഷളായതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഷീബയ്ക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തെങ്കിലും മുറിവിന്റെ ഒരു ഭാഗം ഉണങ്ങാതെ പഴുത്തു. വേദന കൂടിയതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് വയറിനുള്ളിൽ പഞ്ഞിയും തുണിയും കണ്ടെത്തുകയായിരുന്നു. തുണി പുറത്തെടുക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു സ്കാനിങ് വേണം കേട്ടോ. പഴുപ്പ് വന്നതിനാൽ വേദന അനുഭവപ്പെട്ടതിനാൽ അനുഭവപ്പെട്ടതിനാൽ അവർ ഒന്നും കൂടെ സ്കാനിങ് നടത്തി. പിന്നെ അത് നല്ല പിതിക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു നൂല് കിട്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് മിഷൻ ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തു, അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും വേദന അനുഭവപ്പെട്ടതിനാൽ ഇനി ഭയങ്കര 3 മാസം വരെ നീണ്ടു നിന്നു. എന്നാൽ തുണി എങ്ങനെ വയറ്റിൽ പോയെന്ന് അറിയില്ലെന്നും മറ്റാശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ പോയതാകാമെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ് ജോണ്, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. ഈ ആശുപത്രിയിലൊക്കെ എന്ത് വിശ്വസിച്ചാണ് മനുഷ്യൻ ചികിത്സയ്ക്ക് പോകുക? ഇത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് ആശുപത്രിയാണിത്? ഡോക്ടർ ഇങ്ങനെ വിശദീകരിച്ചാൽ മതിയോ? ഇവർ പരാതിപ്പെട്ടിട്ടുണ്ടോ? ശ്യാമിലി, ഷീബ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 3-നാണ്. കടുത്ത വയറുവേദനയെ തുടർന്ന് മേനംകുളം സ്വദേശിയായിട്ടുള്ള ഷീബ പ്രമോദ് കഴക്കൂട്ടത്തുള്ള CSI മിഷൻ ആശുപത്രിയിൽ ചെല്ലുന്നു. അവിടെ വെച്ചിട്ട് സ്കാനിങ് നടത്തുമ്പോൾ അപ്പൻഡിസൈറ്റിസ് പഴുത്ത് പൊട്ടിയതാണെന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്താനും ആശുപത്രി നിർദ്ദേശം നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ നടത്തി ഡിസംബർ 12-ന് ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും ഈ ശസ്ത്രക്രിയ നടത്തിയ സ്ഥലത്ത് നിന്ന് പഴുപ്പ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒപ്പം തന്നെ കടുത്ത വയറുവേദനയും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വയറുവേദനയും ഈ പഴുപ്പ് മാറാത്തതിനെ തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടത്തി. ആ പരിശോധനയ്ക്കിടയിലാണ് വയറ്റിനകത്ത് ഇത്തരത്തിൽ ഒരു തുണിക്കഷ്ണം കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. അവർ അവിടെ വെച്ച് ഈ ആശുപത്രിക്കാർ അവിടെ വെച്ച് പറഞ്ഞു CSI ആശുപത്രിയിൽ തന്നെ പോകുന്നതാണ് നല്ലതെന്ന്. അതിനുശേഷം ഇവർ വീണ്ടും കഴക്കൂട്ടത്തുള്ള CSI മിഷൻ ആശുപത്രിയിൽ ചെല്ലുകയും പിന്നീട് അവിടെ വെച്ച് ഈ തുണിക്കഷ്ണം വയറ്റിൽ നിന്ന് കണ്ടെത്തി അവിടെ നിന്ന് ശസ്ത്രക്രിയയിലൂടെ മാറ്റുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഷീബ പ്രമോദും കുടുംബവും ആരോപിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ, ഈ തുണിക്കഷ്ണം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ്. തങ്ങളുടെ ആശുപത്രിയിൽ നിന്നല്ല ഈ വയറ്റിൽ ഈ തുണിക്കഷ്ണം കുടുങ്ങിയത് എന്നുള്ള വിശദീകരണമാണ് കഴക്കൂട്ടത്തുള്ള CSI മിഷൻ ആശുപത്രി നൽകുന്നത്. മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോയപ്പോഴോ ഏതെങ്കിലും ചികിത്സ ശസ്ത്രക്രിയ നടത്തിയപ്പോഴോ ആകാം ഈ തുണിക്കഷ്ണം വയറ്റിൽ കുടുങ്ങിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. എന്തായാലും കുടുംബം ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്യാമിലി, ശരി, ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.